കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ ആദ്യ ഭാഗമായ കണ്ടിന്യൂറ്റി അതിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ആണ് ഇന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ തന്നതിന് ശേഷം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നതിന് ശേഷം അത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് -2 എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് -2 എന്ന് പറയുന്ന വാല്യൂവിൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പിന്നെ ആ വാല്യൂവിലും ആ ഫംഗ്ഷൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും അത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതായത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. അതായത് ലിമിറ്റ് x ടെൻസ് ടു -2 x ടെൻസ് ടു -2 മൈനസ് ഇതാണ് കാര്യം. പോയിന്റ് എന്ന് പറയുന്നത് അറ്റ് x = -2 ഇത് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് x ടെൻസ് ടു -2 മൈനസ് അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് f ഓഫ് x ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ലിമിറ്റ് x ടെൻസ് ടു -2 മൈനസിന്റെ മീനിങ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ -2നേക്കാൾ ചെറുതാകുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം രണ്ട് നോട്ട് ഈക്വൽ ടു -2ഉം x ഈസ് ഈക്വൽ ടു -2 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ -2ന് ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ -5നെ കൺസിഡർ ചെയ്യേണ്ടത്. ബാക്കി എല്ലാ കേസിലും അതായത് എക്സിന്റെ വാല്യൂ -2നേക്കാൾ വലുതാകുമ്പോഴും എക്സിന്റെ വാല്യൂ -2നേക്കാൾ ചെറുതാകുമ്പോഴും ഒക്കെ കൺസിഡർ ചെയ്യേണ്ട ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് x ടെൻസ് ടു -2 മൈനസ് f ഓഫ് x എന്ന് പറയുന്നത് അവിടെ കൺസിഡർ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇത് ഈക്വൽ ടു വരുമ്പോൾ മാത്രം വരുന്ന കേസാണ്. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് x ടെൻസ് ടു -2 കൊടുക്കേണ്ടത് x² - x - 6 / x + 2. ഡയറക്റ്റ് എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോകും, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആവും. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ മുകളിലുള്ള ന്യൂമറേറ്ററുള്ള ഫംഗ്ഷൻ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റും സം റൂളൊക്കെ വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു -2 ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് -6ഉം സം -1ഉം ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്നത് x - 2 ഇൻറ്റു പ്രോഡക്റ്റ് സം മൈനസ് ആണ് വരുന്നത്, x + 2 ഇൻറ്റു x - 3 എന്ന് നമുക്ക് വരും. അതായത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -6 -3 -2 പ്രോഡക്റ്റ് -6 ആണ്. ദെൻ സം എടുക്കുമ്പോൾ അത് -1 ആണ് വരേണ്ടത്. അത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും ബൈ നമുക്ക് x + 2. ഇവിടെ ഇത് ക്യാൻസൽ ആയി പോവും. ബാക്കി വരുന്നത് ലിമിറ്റ് x ടെൻസ് ടു -2 x - 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 -3 എന്ന് പറയുന്നത് -5 എന്ന് വരും. എക്സിൽ നമ്മൾ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ -5 എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു -2 പ്ലസ് ആണ് വരുന്നത്. അതായത് -2നേക്കാൾ എക്സിന്റെ വാല്യൂ കൂടുമ്പോൾ അപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ ഇത് തന്നെയായിരിക്കും. ഇവിടെ മറ്റു ക്വസ്റ്റിനകത്ത് വ്യത്യാസം വരും. ഈ ക്വസ്റ്റിനകത്ത് ഗ്രേറ്റർ ദാൻ -2 ആകുമ്പോഴും നമ്മൾ ഈ ഫംഗ്ഷനെ എടുക്കും. കാര്യം x നോട്ട് ഈക്വൽ ടു -2 ആയ എല്ലാ കേസിലും നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ തന്നെയാണ് എടുക്കേണ്ടത്. സോ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയാൽ മതി. അതായത് f ഓഫ് -2 കൂടി കണ്ടുപിടിക്കാം. അതായത് ഏത് f എക്സിന് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് f ഓഫ് -2 എക്സിന് -2 ആകുമ്പോൾ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -5. അപ്പോൾ നമുക്ക് പറയാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f ഓഫ് -2 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതായത് ഈ ചോദിക്കുന്ന കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഈസ് കണ്ടിന്യൂസ് അറ്റ് x = -2 ബിക്കോസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും f ഓഫ് -2 ഈക്വൽ ആണെന്ന് പറയാം. സോ ഈസ് കണ്ടിന്യൂസ് അറ്റ് x = -2. രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. അതായത് ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് x <= 2 അതായത് എക്സിന്റെ വാല്യൂ 2നേക്കാൾ ചെറുതാകുമ്പോൾ 2x + 3 ആണ്, ഗ്രേറ്റർ ആകുമ്പോൾ 2x - 3 ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിലും എക്സിനേക്കാൾ ചെറുതാകുമ്പോഴും എക്സിനേക്കാൾ വലുതാകുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതായത് 2x + 3 2x - 3 ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ്. സോ അതുകൊണ്ട് ഇത് ബാക്കി എല്ലാ വാല്യൂസിലും കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് ഈക്വൽ ടു അതായത് x = 2 ഇത് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ പോയിന്റ്സിലും ഇത് കണ്ടിന്യൂസ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. സോ നമുക്ക് നോക്കാം x അല്ലെങ്കിൽ x = 2 നമ്മൾ ചെക്ക് ചെയ്യാണ്. അറ്റ് x = 2 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാൻ പോകും. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 2 - f ഓഫ് x. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 2
അപ്പോൾ 2 മൈനസ് മീൻസ് എക്സിന്റെ വാല്യൂ 2 ചെറുത്. ഇവിടെ നോക്കാം എക്സിന്റെ എക്സ് ലെസ് ദാൻ 2 വരുന്ന കേസ് ഇതാണ്. സോ ഫംഗ്ഷൻ 2x + 3 എന്നാണ്. ദാറ്റ് ഈസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് ഡയറക്റ്റ് 2 കൊടുക്കാം, ബിക്കോസ് ഡിനോമിനേറ്റർ ഒന്നും ഇല്ല, നോട്ട് ഡിഫൈൻഡ് ആവില്ല. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 കൊടുക്കുമ്പോൾ 2 × 4 + 3 7 എന്ന് നമുക്ക് കിട്ടും. ദെൻ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ലിമിറ്റ് x ടെൻസ് ടു 2 + f of x ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു എക്സിന്റെ വാല്യൂ 2 കൂടുതൽ എന്നാണ് മീനിങ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ എന്നാണ് മീനിങ്. ദാറ്റ് ഈസ് x ഗ്രേറ്റർ ദാൻ 2. ഇതാണ് ഫംഗ്ഷൻ. ദിസ് 2x - 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 4 4 - 3 1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എന്നാണ് കിട്ടിയത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എങ്കിൽ ഇത് ഏത് പോയിന്റാണോ നമ്മൾ ചെക്ക് ചെയ്ത് ആ പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് അല്ല, ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ്. അപ്പോൾ പോയിന്റ് നമുക്കറിയാം x = 2. അപ്പോൾ x = 2 ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് 2. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് 0 എന്ന് പറയുന്ന പോയിന്റ് ഇത് കണ്ടിന്യൂസ് ആണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെന്ന് നോക്കും. ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഈക്വൽ ആയി. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എല്ലാം ഈക്വൽ ആയിരിക്കും. നമുക്കൊന്ന് എഴുതാം. അതുകൊണ്ട് ലിമിറ്റ് x ടെൻസ് ടു 0 - f of x is equal to limit x ടെൻസ് ടു 0 + f of x is equal to f of 0. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും ബിക്കോസ് ഇറ്റ്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നിനെ കണ്ടുപിടിക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 - അതായത് എക്സിന്റെ വാല്യൂ 0 കുറയുമ്പോൾ ഉള്ള ഫംഗ്ഷൻ ഏത്? ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 0 0 - എക്സിന്റെ വാല്യൂ 0 കുറയുമ്പോൾ ദാറ്റ് ഈസ് x ലെസ് ദാൻ 0 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ദിസ് k × x² + x + 1 ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 0+ ആണ്. 0+ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 കൂടുമ്പോഴുള്ള ഫംഗ്ഷൻ. അതിൽ x ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ cos x is equal to f of 0. അതായത് എക്സിന്റെ വാല്യൂ 0 ഈക്വൽ ആവുന്നത് ഇവിടെയാണ്. x is equal to 0. നമുക്ക് പറയാം cos x തന്നെയാണ്. അതുകൊണ്ട് f of 0 എന്ന് പറയുന്നത് f of 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ cos x എന്ന് പറയുന്നത് cos 0 എന്ന് മാറും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 k × സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് പകരം നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് രണ്ടും 0 ആയി പോകും. ബാക്കിയുള്ളത് 1 ആണ്. ദിസ് k × 1 എന്ന് പറയുന്നത് k. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു cos 0 1. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് മതി. ദിസ് k ഈസ് ഈക്വൽ ടു 1. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം, ഫസ്റ്റ് ചോദ്യം നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. രണ്ടാമത്തത് ഡിസ്കണ്ടിന്യൂ, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാൻ. മൂന്നാമത്തത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് k. ഇനിയുള്ളത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനും ഇതുപോലെ ഫംഗ്ഷന് ശേഷം എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനും അതുപോലെ എയും ബിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനുമാണ് കണ്ടിന്യൂസ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 2. അത് x = 2 കണ്ടിന്യൂസ് ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് x = 2 കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 2 - f of x is equal to ലിമിറ്റ് x ടെൻസ് ടു 2 + f of x is equal to f of 2. അപ്പോൾ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 2 - f of x. അതായത് എക്സിന്റെ വാല്യൂ 2 ചെറുതാകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ ഏത്? ദിസ് x ലെസ് ദാൻ 2 ഫംഗ്ഷൻ a + x. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 2+. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു എക്സിന്റെ വാല്യൂ 2 കൂടുമ്പോഴുള്ള ഫംഗ്ഷൻ ഏത്? ദാറ്റ് ഈസ് b - x. ദാറ്റ്സ് ഈക്വൽ ടു f of 2. എക്സിന്റെ വാല്യൂ 2 ആവുമ്പോഴുള്ള ഫംഗ്ഷൻ, എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 2 ആവുമ്പോൾ a + x. അപ്പോൾ ഇത്രയാണ് നമുക്ക് അറിയാനുള്ളത്. ദാറ്റ് ഈസ് a + x-നകത്ത് എക്സിന് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാര്യം f of 2 ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ 2 ആവുമ്പോൾ ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് a + 2 എന്നാണ്. അപ്പോൾ ഇത്രയും നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സിന് പകരം നമ്മൾ 2 കൊടുക്കുകയാണ്. അതായത് a + 2. ഇവിടെ നമുക്ക് കിട്ടുന്നത് b - x. ലിമിറ്റ് x 2 കൊടുക്കുമ്പോൾ b - 2 is equal to a + 2. ഈ a + 2 ഇവിടെ a + 2 ഈക്വൽ ആണ്. സോ നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി നമുക്ക് b നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അതായത് a - b. +2 അവിടേക്ക് കൊണ്ടുപോകാം. -2 അവിടെ ഉണ്ട്. +2 അപ്പുറത്ത് പോകും. -2. ദാറ്റ് ഈസ് a - b is equal to -4. ഇതായിരിക്കും എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് a and b.
കണ്ടിന്യൂസ് ആണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം കൂടെ നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്താണ് ചോദ്യം. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, രണ്ട് പോയിന്റ്സ് ഉണ്ട്, 2 1 10 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിന്റിൽ ഇത് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. 2ന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ദറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 2. കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 2 മൈനസ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സിന്റെ വാല്യൂ 2നേക്കാൾ ചെറുതാകുമ്പോഴുള്ള ഫംഗ്ഷൻ ഏത്? എക്സിന്റെ വാല്യൂ 2നേക്കാൾ ചെറുതാകുമ്പോഴുള്ള വാല്യൂ നമുക്കറിയാം, അത് 5 ആണ്. സോ 5 എന്ന് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 2 പ്ലസ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സിന്റെ വാല്യൂ 2നേക്കാൾ കൂടുമ്പോൾ ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 2. എഫ് ഓഫ് 2 ആകുമ്പോൾ വാല്യൂ 5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും, ഇവിടെയും നമുക്ക് ആൻസർ 5, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എന്ന് പറയുന്ന ആൻസർ 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 5 ഈസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇൻറ്റു 2 ദാറ്റ് ഈസ് 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 എഴുതണ്ട, കാരണം ഇവിടെയും 5 തന്നെയാണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. ഇക്വേഷൻ നമ്പർ 1. നമ്മൾ നെറ്റ് എക്സ് ഈക്വൽ ടു 10 എടുക്കുകയാണ്. ദാറ്റ് ഈസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 minus f of x is equal to limit x tends to 10 plus f of x is equal to f of 10. Limit x tends to 10 minus f of x. Limit x in the value 10നേക്കാൾ കുറയുമ്പോൾ, that is limit x tends to 10, x in the value 10നേക്കാൾ കുറയുമ്പോൾ നമുക്കറിയാം ax plus b, that is ax plus b is equal to limit x tends to 10 f of x. x in the value 10നേക്കാൾ കൂടുമ്പോൾ, അതായത് x in the value 10നേക്കാൾ കൂടുമ്പോൾ ആൻസർ ലിമിറ്റ് x tends to 10 21. ബാക്കി നമുക്ക് എഴുതേണ്ട എഫ് ഓഫ് 10 എന്ന് പറയുന്നത് 21 തന്നെയാണ്. സോ നമുക്ക് എഴുതേണ്ട. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സിന് 10 കൊടുക്കുമ്പോൾ 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 21. ഇവിടെ എക്സ് ഇല്ല, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ആൻസർ 21 തന്നെ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടുന്നു 10a പ്ലസ് ബി ഇസ് ഈക്വൽ 21. രണ്ടും കൂടെ ഫ്രം 1 and 2, 1 and 2 നമുക്ക് എടുക്കാം. സോൾവ് ചെയ്യുമ്പോൾ 2a പ്ലസ് ബി is equal to 5, equation number 1. Then 10a plus b is equal to 21, equation number 2. Then 1 minus 2 ചെയ്യുന്നു. അപ്പോൾ 2a minus 10a, that is minus 8a, b cancel ആയി പോവും. 5 minus 21 എന്ന് പറയുന്നത് minus 16. Minus cancel ആയി. a is equal to 16 by 8 എന്ന് പറയുന്നത് 2. a 2 കിട്ടി. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് a in equation number 1. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into a, that is 2 into 4. 4 plus b is equal to 5, that is b is equal to 4. അവിടെ പോകുമ്പോൾ 5 minus 4, that is 1. അപ്പോൾ ഇങ്ങനെയാണ് എയും ബിയും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ചോദ്യങ്ങൾ സാധാരണയായിട്ട് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ആ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.